ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു 9-ാം ഭാഗം. ദൈവാസ്തിക്യത്തെക്കുറിച്ചാണ് നാം തുടർമാനമായി കേൾക്കാൻ പോകുന്നത്. നോക്കൂ, മനുഷ്യ മനസ്സാക്ഷിയിൽ ദൈവമുണ്ടെന്നും തങ്ങൾ ഏതോ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണെന്നും ഉള്ള ബോധം സർവ്വമനുഷ്യരുടെയും അന്തരംഗത്തിൽ അലിഞ്ഞു കിടക്കുന്നുണ്ട്. മാത്രമല്ല, പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി ദൈവാസ്തിക്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-21 വാക്യത്തിലും അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 14-17 നാം കാണുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന മനുഷ്യരോടുള്ള പൗലോസിൻ്റെ വാക്കുകളാണ്. നോക്കൂ, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ എന്നാണ്. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളോട് ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ഇത് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അതെ, അക്ഷനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവം നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിച്ചിരിക്കുന്നത്. അതുപോലെ പ്രകൃതിയുടെ സാക്ഷ്യത്തെക്കുറിച്ച് ദാവീദും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നോക്കൂ, ഈ സങ്കീർണക്കാരനായ ദാവീദ് യുവാവായിരിക്കുമ്പോൾ ആടുകളെ നോക്കിക്കൊണ്ട് നടക്കുന്ന സമയം ഇവിടെ ദൈവത്തിൻ്റെ 2 വലിയ പുസ്തകങ്ങളായ പ്രകൃതിയെയും തിരുവചനത്തെയുമാണ് താൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തി കാണുന്നത്. ഇവിടെ വായിക്കുന്ന ആ സംഗീതത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ പ്രകൃതിയാകുന്ന പുസ്തകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, പ്രപഞ്ച സൃഷ്ടികളെയും ആകാശമണ്ഡലങ്ങളെക്കുറിച്ച് നാം നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു സർവജ്ഞാനിയുടെ സർവശക്തിയുള്ള കരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാതെ നമുക്ക് ബോധ്യപ്പെടുന്നു. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഇവിടെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. നോക്കൂ, ഒരു പകൽ ഇവിടെ തീരുമ്പോൾ അടുത്ത പകൽ ഭൂമിയുടെ മറുവശത്ത് ആരംഭിക്കുകയായി. അതുപോലെ രാത്രിയും അത് തങ്ങളുടെ 12 മണിക്കൂറിലെ കഥ അടുത്ത പകലിനോട് അല്ലെങ്കിൽ രാത്രിയോട് പറയുന്നതായിട്ട് ഇവിടെ ഭാവന ചെയ്യുന്നു. ഈ മാറ്റങ്ങളിലൂടെ പറയുന്ന സന്ദേശമോ അണ്ഡകടാഹങ്ങളുടെ ഓട്ടത്തിൻ്റെ ഭീകര ശബ്ദമോ ഒന്നും നാം കേൾക്കുന്നില്ല. എന്നാൽ ഏതൊരു ബുദ്ധിജീവിക്കും ഇവയുടെ ദൈവമഹത്വ വർണ്ണന മനസ്സിലാക്കാൻ കഴിയും. അതെ, ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവ് നൂലും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു 4-ാം വാക്യത്തിൽ. സകലത്തിനും ദൈവം അതിർ വെച്ചിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.